ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു കൂട്ടക്ഷരമാണ് പഠിക്കുന്നത്. കുറച്ച് വാക്കുകളും അതിനുദാഹരണമായിട്ടുള്ള കുറച്ച് വാക്കുകളും. ഏത് കൂട്ടക്ഷരമാണെന്ന് ടീച്ചർ ഒരു വാക്ക് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് വാക്കുകൾ ടീച്ചർ പറയട്ടെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് എഴുതുന്നത് എന്നൊക്കെ ആലോചിച്ച് നോക്കാൻ പറ്റും. ആശ്ചര്യം. എന്താണ് ആശ്ചര്യം? എന്താണ് ആശ്ചര്യം എന്ന് പറഞ്ഞാൽ? അത്ഭുതം അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ആശ്ചര്യം വരും. ഇങ്ങനെയൊക്കെ സംഭവിച്ചോ അല്ലേ? അതാണ് ആശ്ചര്യം. അപ്പോൾ വാക്ക് ടീച്ചർ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെയായിരിക്കും? ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, പക്ഷെ ടീച്ചർ പ്രൊനൗൺസ് ചെയ്തത് വെച്ച് എങ്ങനെയാണ് എനിക്കത് എഴുതാൻ പറ്റുന്നത് എന്നൊന്ന് ആലോചിക്കണം കേട്ടോ. ആശ്ചര്യം. ആശ്ചര്യം കൂട്ടക്ഷരമാണ്, കൂട്ടിച്ചേർത്ത് എഴുതുന്ന അക്ഷരമാണ്. മനസ്സിലായോ? സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല, കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ്. ആശ്ചര്യം കൂട്ടി വായിക്കുമ്പോൾ ആശ്ചര്യം. അടുത്തത് നിശ്ചയം. എന്താണ് നിശ്ചയം? ഞാൻ നിശ്ചയമായും അവിടെ പോകും എന്ന് പറഞ്ഞാൽ ഉറപ്പായും അല്ലേ? ഷുവറാണ്, ഉറപ്പാണത്. ഞാൻ നിശ്ചയമായും അവിടെ പോകും, ഞാൻ നിശ്ചയമായും പറയും അല്ലേ? അടുത്തത് ടീച്ചർ ഓരോ വാക്ക് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് സെയിം കൂട്ടക്ഷരമാണ് ടീച്ചർ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെ എഴുതണമെന്നൊന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക. ആശ്ചര്യം, നിശ്ചയം. അടുത്തത് വൃശ്ചികം. എന്താണ്? വൃശ്ചികം. വൃശ്ചികം. എന്താണ് വൃശ്ചികം? നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലേ? അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങൾ പറയുന്ന പോലെ മലയാളത്തിൽ മാസങ്ങളുണ്ട്, മലയാള മാസങ്ങളുണ്ട്. കേട്ടിട്ടില്ലേ? ഓണം ഏത് സമയത്താണ്? ഓണത്തെ എങ്ങനെ പറയാ നമ്മള്? ചിങ്ങമാസത്തിലെ ഓണം അല്ലേ? അങ്ങനെയാണ് പറയാ അല്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. കണ്ടോ? വൃശ്ചികം. മലയാള മാസങ്ങൾ നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം, ടീച്ചർ അത് പഠിപ്പിക്കാം. ഓക്കെ, യെസ്. ഒരുവിധം കൂട്ടക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ മലയാള മാസങ്ങളൊന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ പറയുന്ന പോലെ മലയാളത്തിലും മാസങ്ങളുണ്ട്. അതാണ് വൃശ്ചികം. ഇപ്പോൾ വൃശ്ചികം, വൃശ്ചികം. മനസ്സിലായോ? ആശ്ചര്യം, നിശ്ചയം, വൃശ്ചികം. അടുത്തത് പശ്ചിമം. 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 എന്താണ് പശ്ചിമം? പടിഞ്ഞാറ്. ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ പറയില്ലേ? ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്, അതില് വെസ്റ്റ്. അതാണ് പശ്ചിമം, പടിഞ്ഞാറ്. മനസ്സിലായോ? ഓക്കെ. അടുത്തത് പശ്ചാത്താപം. പശ്ചാത്താപം. എന്താണ് പശ്ചാത്താപം? പശ്ചാത്താപം. പശ്ചാത്താപം എഴുതുന്ന എങ്ങനെയാണെന്ന് ആലോചിക്കുക കേട്ടാ. എന്താണ് പശ്ചാത്താപം എന്ന് പറഞ്ഞ? നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റി അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അത് പറ്റിയത് കുഴപ്പമൊന്നുമില്ല, അത് സാരമൊന്നുമില്ല, ഇങ്ങനെയാണോ പറയാ? അല്ല അല്ലേ? നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കും? അത് വേണ്ടായിരുന്നു അല്ലേ? അവരോട് അങ്ങനെ പറയണ്ടായിരുന്നു അല്ലേ? അവനോട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അമ്മ പറഞ്ഞത് അനുസരിക്കായിരുന്നു, ഞാൻ അനുസരണ ഇല്ലാണ്ട് പോയതാണ് അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോ മോനെ മോളെ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട അല്ലേ? അത് കഴിഞ്ഞ് ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് അയ്യോ ഭക്ഷണം കഴിക്കായിരുന്നു അല്ലേ, അമ്മേനെ അനുസരിക്കായിരുന്നു എന്ന് തോന്നുന്നത് അല്ലേ? അപ്പൊ നോക്കിയേ, എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? ആശ്ചര്യം,
നിശ്ചയം, വൃശ്ചികം, പശ്ചിമം, പശ്ചാത്താപം. അല്ലേ? നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ? ഓക്കെ, എങ്ങനെയാണ് ആ കൂട്ടക്ഷരം വരുന്നത് എന്നൊന്ന് എഴുതി നോക്കാം. എന്താണ്? ഷായും ചായും ചേർന്നിട്ടുള്ളത് ഉണ്ടോ? കണ്ടോ? മനസ്സിലായോ? ഇങ്ങനെ നേരെ എഴുതുമ്പോൾ ചന്ദ്രക്കല വേണം. മനസ്സിലായോ? ഇനി ഇതെങ്ങനെയാണ് കൂട്ടി എഴുതുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. കണ്ടോ? മനസ്സിലായോ? ഇങ്ങോട്ട് എഴുതി നോക്കിയാലോ? ഷാ എഴുതുന്നു, കൈ എടുക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോണം. മനസ്സിലായോ? ഒന്നും കൂടെ എഴുതാം. ഇങ്ങനെയും എഴുതാം കേട്ടോ. ഇങ്ങനെയും എഴുതാം. പക്ഷെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. നോക്കിയേ, കൈ എടുക്കരുത്, ഇങ്ങനെ എഴുതി, ഇങ്ങനെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വാക്കുകൾ എളുപ്പമായിരിക്കും. നോക്കിയാലോ? ആശ്ചര്യമല്ല. ഈ ചിഹ്നം, യാൽ ചിഹ്നം, മനസ്സിലായോ? അതിന്റെ ചിഹ്നം. അപ്പൊ എന്താ? ര്യം. കൂട്ടി വായിക്കുമ്പോ ആശ്ചര്യം. ഓക്കെ, അടുത്തത് നിശ്ചയം. എന്താണ് നിശ്ചയം? ഉറപ്പായും നിശ്ചയം. അടുത്തത് പശ്ചിമം. എന്താണ്? പശ്ചിമം, പടിഞ്ഞാറ്. അടുത്തത് വൃശ്ചികം. ഒരു മലയാള മാസം. മലയാള മാസത്തില് ഒരു മാസത്തിന്റെ പേരാണ് വൃശ്ചികം. അടുത്തതാണ് എന്ത്? അല്ലെ? പശ്ചാത്താപം. നമ്മളൊന്ന് റിഗ്രറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ നമ്മള് ചെയ്തു പോയോ, ചെയ്യണ്ടായിരുന്നു, വേണ്ടായിരുന്നു, അല്ലെ, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അങ്ങനെയൊക്കെ തോന്നുക. അതാണ് പശ്ചാത്താപം. കണ്ടോ? ഇങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് അത് കൂടിച്ചേരുന്നത്. നമ്മള് ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ് എപ്പോഴും. കണ്ടോ? മറക്കരുത് ട്ടാ. ഷായും ചായും. ഓക്കെ. ആശ്ചര്യം, നിശ്ചയം, പശ്ചിമം, വൃശ്ചികം, പശ്ചാത്താപം. കിട്ടിയില്ലേ? ഓക്കെ, വായിക്കുക, വായന മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.